dear students. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് GIB എക്സാം ആണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് നമ്മുടെ കിങ്സ് 11നും അതുപോലെ തന്നെ സൂപ്പർ കിങ്സിനും. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് GIB കഴിഞ്ഞ് കിട്ടിയ സ്കോറിൽ പല കുട്ടികളും ഭയങ്കര സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു സിറ്റുവേഷൻ ആണ് അല്ലേ? കുറച്ച് പേരെങ്കിലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത അത്ര സ്കോർ വന്നിട്ടില്ല, ഞാൻ നല്ല രീതിയിൽ പഠിച്ചു പോയിട്ടും എനിക്ക് എക്സാമിന് മാർക്ക് കുറഞ്ഞു. എന്നാൽ നേരെ തിരിച്ച് നിങ്ങളിപ്പോൾ ഓൺ എക്സാം ഒക്കെ സബ്ജക്റ്റീവ് എക്സാം എഴുതിയപ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്കൊക്കെ കിട്ടിക്കാണും. അപ്പോൾ എന്താ എനിക്ക് ഈ ഒബ്ജക്റ്റീവ് എക്സാംസ് വരുമ്പോൾ മാർക്ക് കുറയുന്നത്? വാട്ട് ക്യാൻ ഐ ഡു ടു ഇംപ്രൂവ് മൈ സ്കോർ? അപ്പൊ നമുക്ക് ആ മാർക്ക് കുറഞ്ഞ വിഷമം അവിടെ മാറ്റി വെക്കാം. മാർക്ക് കുറഞ്ഞതിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ദിസ് ഈസ് ദ ഫസ്റ്റ് GIB എക്സാം ദറ്റ് യു ആർ അറ്റൻഡിങ് ഓഫ്ലൈൻ. പലപ്പോഴും ഓൺലൈൻ എക്സാംസ് എഴുതുന്നതിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് നിങ്ങൾ ഓഫ്ലൈൻ ആയി ഒരു ആംബിയൻസിൽ എക്സാം എഴുതുക എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് യുവർ ഫസ്റ്റ് എക്സ്പീരിയൻസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്ക് വെച്ച് നമ്മൾ ഡൗൺ ആവേണ്ട ആവശ്യമില്ല. യു ഹാവ് മെനി ചാൻസസ് ടു ഇംപ്രൂവ് ഫർദർ. അപ്പൊ ഇനി നമുക്ക് നമുക്ക് ഈ GIB എക്സാമിനുണ്ടായ മിസ്റ്റേക്കുകളെ അടുത്ത GIB എക്സാമിലേക്ക് കറക്റ്റ് ചെയ്ത് ഒരു പെർഫെക്റ്റ് സ്കോർ റേഞ്ചിലേക്ക് എത്താം. സോ ദ ഫസ്റ്റ് തിങ് ഈസ്, ഹൗ ഡു യു ഗെറ്റ് എ ലോ മാർക്ക്? ഫസ്റ്റ് റീസൺ, ദിസ് ഇസ് എൻ MCQ എക്സാം. നമ്മൾ വിചാരിക്കും സബ്ജക്റ്റീവ് എക്സാമിനല്ലേ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിലെ എല്ലാ കണ്ടന്റും അറിഞ്ഞിരിക്കേണ്ടത്, എഴുതി ഫലിപ്പിക്കേണ്ടത്. ശരിക്കും അല്ല. നമുക്കൊരു സബ്ജക്റ്റീവ് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ അതിൽ നമുക്ക് അറിയുന്ന പോയിന്റുകൾ എഴുതിയാൽ തന്നെ നമുക്ക് സ്കോർ അറ്റൈൻ ചെയ്യാൻ പറ്റും. എന്നാൽ ആ ലെവലിലല്ല നമ്മളൊരു ഒബ്ജക്റ്റീവ് എക്സാമിനെ കാണേണ്ടത്. കാരണം ഒബ്ജക്റ്റീവ് എക്സാം എത്തുമ്പോൾ നമ്മളോടൊരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരം ഈ 4 ഓപ്ഷൻസിൽ ഉണ്ടെങ്കിലും നിങ്ങൾക്കറിയാം ഈ ഓപ്ഷൻസ് എല്ലാം വളരെ ക്ലോസ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും. അല്ലാതെ നമ്മുടെ അടുത്ത് ഇപ്പോൾ മാഞ്ചിഫ്ര ഇൻഡിക്ക എന്ന് പറഞ്ഞ് മാംഗോനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവിടെ നമ്മുടെ അടുത്ത് അടുത്ത ചോദിക്കുന്ന ടൈഗറിനെ കുറിച്ചൊന്നും ആയിരിക്കില്ല. സോ മോസ്റ്റ്ലി ഈ ഓപ്ഷൻസ് എല്ലാം വളരെ സിമിലർ ടു വൺ അനദർ ആയിരിക്കും. ഈ ഓപ്ഷൻസ് തന്നെയായിരിക്കും നിങ്ങൾ കൺഫ്യൂസ് ചെയ്യുന്ന ഫസ്റ്റ് പോയിന്റ്. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കുകളെ വളരെ ക്ലിയർ ആയി പഠിക്കുക. ഈ പഠിക്കുന്ന ടോപ്പിക്കിൽ നിന്ന് മാക്സിമം MCQ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. മേക്ക് ഇറ്റ് എ ഹാബിറ്റ്. സോ നമ്മൾ ജസ്റ്റ് പഠിച്ച് മാത്രം പോയാൽ പോരാ. ബയോളജിയിലാണ് നിങ്ങൾ ഇത് ഏറ്റവും കൂടുതൽ ഡെഫിസിറ്റ് ആയിട്ട് കാണുക. കാരണം ബയോളജി നല്ലോണം പഠിച്ച് എക്സാം എഴുതാൻ പോയാലും മാർക്ക് വന്നപ്പോൾ കുറേ നെഗറ്റീവ് വന്നു. അതിൻ്റെ കാരണം നിങ്ങൾ പഠിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? MCQ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. സോ ദ ഫസ്റ്റ് തിങ് ഇസ് പ്രാക്ടീസ് മോർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യമാണ് എലിമിനേഷൻ ടെക്നിക്. So when you go for an MCQ based questions where you have 4 options, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആവാത്ത ഓപ്ഷൻസിനെ ആദ്യമേ എലിമിനേറ്റ് ചെയ്ത് കളയുക. സോ ദാറ്റ് അറ്റ് ദി എൻഡ് നമുക്ക് ചിലപ്പോൾ 2 ഓപ്ഷൻസിലായിരിക്കും വളരെ ക്ലോസ് സിമിലാരിറ്റി കാണുക, ഫ്രം വിച്ച് യു ക്യാൻ ഈസിലി പിക്ക് ഇറ്റ്. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് വന്നിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ നടക്കുന്നതിന് പകരം അല്ല എന്നുള്ള കാര്യങ്ങൾ അങ്ങനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളൊരു മെൻറ്റാലിറ്റി നമ്മുടെ മൈൻഡിൽ കീപ്പ് ചെയ്യണം. ഇനി മൂന്നാമത് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്, നമ്മൾ ടൈം ഫ്രെയിമിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിനെ അറ്റൻഡ് ചെയ്ത് തീർക്കാൻ പറ്റാതിരിക്കുക. മോസ്റ്റ്ലി ഇത് വരിക ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ചെയ്യുമ്പോഴാണ്. നമ്മൾ ആ ഒരു സെക്ഷൻ എടുക്കുമ്പോൾ നമ്മളെല്ലാം പഠിച്ചിട്ട് പോകും. പക്ഷെ ഒരു 5 ക്വസ്റ്റ്യൻ 10 ക്വസ്റ്റ്യൻ 20 ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ആ സെക്ഷൻ ചെയ്യാനുള്ള ടൈം തന്നെ കംപ്ലീറ്റ് ആയിട്ട് തീർന്നു കഴിഞ്ഞു. അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നേ? കാരണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ നേരത്ത് ടൈം ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടില്ല. ടൈം കോൺഷ്യസ് ആയി പ്രാക്ടീസ് ചെയ്യുക ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വീട്ടിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും, ക്ലാസ്സിൽ തരുന്ന ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ അങ്ങനെ ടൈം ഒന്നും നോക്കില്ല, ചുമ്മാ ഒരു ക്വസ്റ്റ്യനൊക്കെ 1/2 മണിക്കൂറിൽ ചെയ്യും. അങ്ങനെ ചെയ്താൽ നമുക്ക് ഒരിക്കലും നീറ്റ് പോലത്തെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് 1 ക്വസ്റ്റ്യന് 1 മിനിറ്റ് തരുന്ന എക്സാംസ് നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് നെക്സ്റ്റ് ടൈം ഓൺവേർഡ്സ് വെൻ യു ആർ ഡൂയിങ് എ ക്വസ്റ്റ്യൻ, നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ടത് യൂസ് എ ടൈമർ അറ്റ് യുവർ ഹോം. ഇവിടെ ഈ ടൈമർ വെക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് വെക്കണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ 5 മിനിറ്റ് വെച്ചോ, പക്ഷേ അറ്റ്ലീസ്റ്റ് 5 മിനിറ്റ് എങ്കിലും വെച്ച് ടൈമർ സെറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. സോ ദാറ്റ് യു വിൽ ബി ടൈം കോൺഷ്യസ്. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ്, നമുക്ക് മിസ്റ്റേക്സ് എക്സാംസിന് വരും. ബട്ട് എക്സാംസിന് പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. സോ ഓൾവേസ് ഗോ ഫോർ നെക്സ്റ്റ് എക്സാം. ഒരു എക്സാമും സ്കിപ്പാക്കാതെ എല്ലാ എക്സാമും അറ്റൻഡ് ചെയ്യുക. ആൻഡ് എല്ലാ എക്സാംസിലും നമുക്ക് വരുന്ന മിസ്റ്റേക്കുകളെ ഒരു ഇറർ ബുക്കിലേക്ക് മാറ്റി എഴുതി നല്ല രീതിയിൽ ആ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ദിസ് വിൽ ഇംപ്രൂവ് യുവർ സ്കോർ. അപ്പോൾ അടുത്ത എക്സാമിന് നമുക്ക് ഈ ടിപ്പൊക്കെ യൂസ് ചെയ്ത് അടിപൊളിയായിട്ട് നമ്മുടെ സ്കോറിനെ ഇംപ്രൂവ് ചെയ്യാം. സീ യു, ബൈ.